ചിത്രം വിചിത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പേരിനോടൊപ്പം തങ്ങളുടെ സ്ഥലപ്പേരും ചേർത്ത് പ്രശസ്തരായ നടീനടന്മാർ മലയാള സിനിമയിൽ ധാരാളമാണ്. എന്നാൽ ഒരു സിനിമയിൽ താൻ പറഞ്ഞ ഡയലോഗിന്റെ പേരിൽ പ്രശസ്തമായൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല. ഏതാണ് സ്ഥലം എന്നല്ലേ? താമരശ്ശേരി. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ താമരശ്ശേരി ചുരം. ഇനിയിപ്പോൾ അത് പറഞ്ഞ നടന്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതെ, അതുതന്നെയാണ് ഈ നടന്റെ പ്രത്യേകതയും. ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് കുതിരവട്ടം പപ്പുവിന്റെ വിശേഷങ്ങളാണ്. കുതിരവട്ടം പപ്പു എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമായി മാറിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അദ്ദേഹം സിനിമയിൽ പറഞ്ഞ പല ഡയലോഗുകളും പഴഞ്ചൊല്ലുകൾ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം. ഒരു നടൻ കാരണം രണ്ടു സ്ഥലങ്ങൾ ഒരുപോലെ പ്രശസ്തമാവുക, ആ അപൂർവതയാണ് കുതിരവട്ടം പപ്പുവിന് നേടിയെടുക്കുവാൻ സാധിച്ചത്. കുതിരവട്ടം എന്ന് കേട്ടാലും താമരശ്ശേരി എന്ന് കേട്ടാലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പപ്പുവിന്റെ മുഖമായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയുക, നീ സുലൈമാൻ അല്ലടാ ഹനുമാനാണെന്ന്. എന്നെ ശരിക്കും ഒന്ന് നോക്കിക്കേ, എന്റെ പെരുമാറ്റത്തിൽ എന്തേലും കുഴപ്പമുണ്ടോന്ന്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും കേട് നമ്മുടെ മരത്തിന. മൊയ്തീനെ, ആ ചെറിയ സ്പാനറിങ് എടുത്തേ. ഇവയെല്ലാം മലയാളികളുടെ നിത്യജീവിതത്തിന്റെ സംസാര ശൈലികളാണ്. സിനിമയിൽ കുതിരവട്ടം പപ്പു പറഞ്ഞു വെച്ച ഡയലോഗുകളാണ് ഇവയെന്ന് നമ്മൾ എല്ലാവരും മറന്നു പോകുന്നു. അത്രയ്ക്കുണ്ട് കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രങ്ങൾക്ക് മലയാളികളുടെ ഇടയിലുള്ള സ്വാധീനം. നർമ്മത്തിന്റെ മർമ്മമറിയാവുന്ന കലാകാരനാണ് കുതിരവട്ടം പപ്പു. അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനങ്ങളും എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഗോഷ്ഠികൾ ഒന്നും തന്നെ കാണിക്കാത്ത നടനാണ് അദ്ദേഹം. വെറും ഒരു സാധാരണക്കാരന്റെ ശരീരഭാഷയും സംസാര ശൈലിയുമാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ. പിന്നെ എടുത്തു പറയത്തക്ക പ്രത്യേകത കോഴിക്കോടൻ ഭാഷയുടെ സ്വാധീനമാണ്. മലയാള സിനിമയിൽ കോഴിക്കോടൻ ഭാഷയുടെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള നടനും കുതിരവട്ടം പപ്പുവാണ്. പപ്പുവിന്റെ രംഗങ്ങളെ രസകരമാക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും ഈ ഭാഷാ ശൈലി തന്നെയാണ്. അല്ലാതെ മനുഷ്യന് മനസ്സിലാത്ത ഭാഷ പറഞ്ഞല്ലോ. എത്ര നാടകീയമായ രംഗത്തും പപ്പുവിന്റെ കഥാപാത്രം സ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. അഭിനയത്തിന്റെ വെച്ചുകെട്ടലുകളോ മുഴപ്പുകളോ ഇല്ലാതെ സ്വാഭാവികമായ രീതിയിൽ ഒഴുകി നീങ്ങുവാൻ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് സാധിക്കാറുണ്ട്. തനിക്ക് ലഭിക്കുന്നത് ഏത് രീതിയിലുള്ള കഥാപാത്രമാണെങ്കിലും അതിന്റെ ആന്തരികവും ബാഹ്യവുമായ വശങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് അഭിനയിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അഭിനയിക്കുന്നത് ഏതു രംഗത്തിലായാലും അവിടെ ഏതുതരം ശൈലി പ്രയോഗിച്ചാൽ, എന്ത് ശരീരഭാഷ ചേർത്താൽ നർമ്മത്തിന്റെ സ്പർശം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഒരു തലയെ മേക്കപ്പ് പിടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നു. ഇനി ഒരൊറ്റ ചോദ്യം, കുതിരവട്ടം പപ്പുവിന്റെ യഥാർത്ഥ പേരെന്താണ്? സിമ്പിൾ, പപ്പു. ഇതല്ലേ നിങ്ങളുടെ മനസ്സിൽ? എന്നാൽ കുതിരവട്ടം പപ്പുവിന്റെ യഥാർത്ഥ പേര് അതല്ല. അദ്ദേഹം സിനിമയിൽ എത്തിയ ശേഷമാണ് കുതിരവട്ടം പപ്പു എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. പത്മദളാക്ഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ചെറുതായിട്ടൊന്ന് ഞെട്ടിയല്ലേ? എന്നാ പോയി സർക്കസ് ചേർന്ന് ഉണക്കമതാമേ. പ്രശസ്ത സംവിധായകൻ പ്രിയദർശൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കുതിരവട്ടം പപ്പുവിനെ അഭിനയിക്കാൻ കിട്ടിയാൽ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് ഒന്നും കൊടുക്കാറില്ല, പകരം സന്ദർഭം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ബാക്കി തന്റെ യുക്തിയും നർമ്മബോധവും ഉപയോഗിച്ച് അഭിനയിച്ച് ഗംഭീരമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന്. താമരശ്ശേരി ചുരം ഉൾപ്പെടെ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന പല ഗംഭീര രംഗങ്ങളും അങ്ങനെ ഉണ്ടായതാണെന്ന് ഓർക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏത് വലിയ നടന്റെ കൂടെ അഭിനയിക്കുന്ന രംഗമായാലും തന്റേതായ ശൈലി കൊണ്ട് ആ രംഗം കുതിരവട്ടം പപ്പുവിന്റെ രംഗമാക്കി മാറ്റുവാൻ കഴിവുള്ള അതുല്യ കലാകാരനാണ് കുതിരവട്ടം പപ്പു. ഹാസ്യ കഥാപാത്രങ്ങളിൽ മാത്രമല്ല, സ്വഭാവ കഥാപാത്രങ്ങളിലുള്ള അഭിനയത്തിലും ഈ പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഓരോ ഡയലോഗുകളും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്. ഞാൻ പണം കേട്ടില്ല. വേണ്ട ചേട്ടാ, ഞാൻ രണ്ടൂന്നൊന്നും കഴിച്ചില്ലേ. കഴിച്ചു വേണ്ട വേണ്ട ചേട്ടാ.
ഏതൊരു സാധാരണക്കാരനും അടുപ്പം തോന്നുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങളാണ് കുതിരവട്ടം പപ്പു അവതരിപ്പിച്ചിട്ടുള്ളവയിൽ ഭൂരിഭാഗവും. അദ്ദേഹത്തിന് ഈ അഭിനയത്തോടുള്ള താല്പര്യം ജന്മസിദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽക്കേ തന്നെ അഭിനയകലയെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. 17-ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന സ്റ്റേജ് പ്രകടനം കാഴ്ചവെക്കുന്നത്. കോഴിക്കോട് സെയിന്റ് ആന്റണി സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു അത് സംഭവിച്ചത്. പിന്നീട് സ്കൂളിലും പുറത്തുമായി നിരവധി വേദികളിലൂടെ അദ്ദേഹത്തിലെ നടൻ വളരുകയായിരുന്നു. ശരി, എന്നാ നീ പറ. 1936 കോഴിക്കോടിനടുത്തുള്ള ഫറോക്കിൽ രാമൻ ദേവി ദമ്പതികളുടെ മകനായിട്ടാണ് പത്മദളാക്ഷൻ എന്ന പപ്പു ജനിക്കുന്നത്. അദ്ദേഹം നന്നേ ചെറുതായിരിക്കുമ്പോഴാണ് ഗോവിന്ദപുരത്തിനടുത്തുള്ള കുതിരവട്ടം എന്ന സ്ഥലത്തേക്ക് കുടുംബം താമസം മാറുന്നത്. പേരിനോടൊപ്പമുള്ള കുതിരവട്ടം എന്ന സ്ഥലനാമം അങ്ങനെ വന്നതാണെന്നാണ് ചുരുക്കം ചിലരെങ്കിലും കരുതിയിരിക്കുന്നത്. എന്നാൽ കുതിരവട്ടം പപ്പു എന്നത് അദ്ദേഹം അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. തന്റെ ആദ്യ ചിത്രമായ ഭാർഗവി നിലയം എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ് കുതിരവട്ടം പപ്പു എന്നത്. ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി പത്മദളാക്ഷൻ പിന്നീട് കുതിരവട്ടം പപ്പു എന്ന് സ്ഥിരമായി അറിയപ്പെടാൻ തുടങ്ങി. കുട്ടപ്പായ്, മേടയിൽ ഇച്ചിരി പണിയുണ്ട്, അതൊക്കെ തന്നെ പണിയാ മതി. പിശാചിന് പറഞ്ഞതാ. പത്മദളാക്ഷൻ തന്റെ കലാജീവിതം ആരംഭിക്കുന്നത് ഒരു നാടക നടൻ എന്ന നിലയിലാണ്. അക്കാലത്ത് ഏതാണ്ട് 1000-ഓളം നിമിഷ നാടകങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത്. സമസ്യ, മനസ്സ് എന്നീ പ്രൊഫഷണൽ നാടകങ്ങളിലെ വേഷങ്ങളിലൂടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായി. സമസ്യയിലെ വേഷം അദ്ദേഹത്തിന് മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തു. നാടകത്തിലെ അധികായന്മാരായ കുഞ്ഞാണ്ടി, നെല്ലിക്കോട് ഭാസ്കരൻ, KT മുഹമ്മദ്, തിക്കൊടിയൻ തുടങ്ങിയവരോടൊപ്പം എല്ലാം തന്നെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മുടിയനായ പുത്രനിലെ അദ്ദേഹത്തിന്റെ പ്രകടനം രാമു കാര്യാട്ട്, A. വിൻസെന്റ് എന്നിവർ കണ്ട് ഇഷ്ടപ്പെടാനിടയായതാണ് പത്മദളാക്ഷന് സിനിമയിലേക്കുള്ള വാതിൽ തുറന്നത്. ഞാൻ ഇന്നലെ അലക്കിട്ട എന്റെ അണ്ടർവെയർ എവിടെ? ഗുരുതുല്യരായ അനുഭവ പ്രതിഭകളോടൊപ്പം നാടകവേദികളിൽ അരങ്ങു തകർക്കുവാൻ സാധിച്ചതിന്റെ അനുഭവങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ സിനിമയിലെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. മോനെ കാളവാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? കുതിരവട്ടം പപ്പുവിന് ആ പേര് സമ്മാനിച്ചത് മലയാളികളുടെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അത് വിശ്വസിച്ചേ മതിയാവൂ. കാരണം സംഗതി സത്യമാണ്. കുതിരവട്ടം പപ്പുവിന്റെ ആദ്യ ചിത്രം മൂടുപടമാണെങ്കിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ഭാർഗവി നിലയമായിരുന്നു. A. വിൻസെന്റിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആ സിനിമയിൽ പപ്പുവിന്റെ കഥാപാത്രത്തിന് കുതിരവട്ടം പപ്പു എന്ന പേര് നൽകിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. നർമ്മത്തിൽ ചാലിച്ച ഈ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി അത് അവതരിപ്പിച്ച നടനും പ്രശസ്തനായി. അതിനുശേഷം ആ നടൻ തന്റെ മരണം വരെ കുതിരവട്ടം പപ്പു എന്ന പേരിൽ ജീവിച്ചത് ചരിത്രം. അത് ഞങ്ങളുടെ ഫോട്ടോ അല്ല. ഭാർഗവി നിലയത്തിലെ പ്രകടനത്തിന് ശേഷം കുതിരവട്ടം പപ്പുവിന്റെ തിരക്ക് നാൾക്കുനാൾ ഏറി വന്നു. മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഹാസ്യതാരമായി അദ്ദേഹം മാറി. അഹിംസ, കരിമ്പന, മൂർഖൻ, ഈ നാട് എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എങ്കിലും അങ്ങാടി, അവളുടെ രാവുകൾ, ചെമ്പരത്തി എന്നീ സിനിമകളിലെ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ആ ചിത്രങ്ങൾക്കു ശേഷം കുതിരവട്ടം പപ്പു മലയാളത്തിലെ തന്നെ തിരക്കേറിയ ഹാസ്യതാരങ്ങളിൽ ഒരാളായി മാറി. തലമുറകൾ മാറി നിരവധി നായക നടന്മാർ വന്നപ്പോഴും അവരുടെയൊക്കെ ചിത്രങ്ങളിൽ ഹാസ്യതാരമായി കുതിരവട്ടം പപ്പു നിറഞ്ഞാടുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത്. ഇന്നലെ വരെ 100-150 പേരുടെ ഇടിയും ഒരു 10-20 തൊഴിയും നല്ല പടക്കം പൊട്ടുന്ന മാതിരി 10-500 പെണ്ണുങ്ങളുടെ ആട്ടുതുപ്പും കിട്ടി. ഇന്നത്തെ തലമുറ ആഘോഷമാക്കി മാറ്റുന്ന സോഷ്യൽ മീഡിയ ട്രോളുകളിൽ സദാ നിറഞ്ഞു നിൽക്കുന്ന കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രങ്ങളുടെ വരവ് 1988 കൂടിയാണ് ആരംഭിക്കുന്നത്. ആ കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും കുതിരവട്ടം പപ്പുവിനെ ജനഹൃദയങ്ങളിൽ നിലനിർത്തുവാൻ പോകുന്നതെന്ന് നിസ്സംശയം പറയാം. ആ കഥാപാത്രങ്ങളുടെ നിര ആരംഭിക്കുന്നത് 1988 പുറത്തിറങ്ങിയ വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലൂടെയാണ്. ഈ സിനിമയിൽ സുലൈമാൻ എന്ന റോഡ് റോളർ മെക്കാനിക്കിന്റെ വേഷം അതിഗംഭീരമായിട്ടാണ് കുതിരവട്ടം പപ്പു അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രായഭേദമന്യേ എക്കാലവും എല്ലാവരുടെയും പ്രിയപ്പെട്ടതായി മാറിയ ആ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെയാണ് താമരശ്ശേരി ചുരവും മൊയ്തീനുമൊക്കെ വൻ ഹിറ്റുകളായി മാറിയത്. നമ്മൾ ഈ കയ്യും കാലിട്ടും വാഴുന്നത് നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ?
വെള്ളാനകളുടെ നാട്ടിലെ സുലൈമാന് ശേഷം 1990കളിൽ കണ്ടത് കുതിരവട്ടം പപ്പുവിന്റെ അത്തരം ജനപ്രിയ കഥാപാത്രങ്ങളുടെ തുടർച്ചയായിരുന്നു. മണിച്ചിത്രത്താഴ്, തേന്മാവിൻ കൊമ്പത്ത്, മിന്നാരം, വിയറ്റ്നാം കോളനി, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നീ സിനിമകളിലെ മികച്ച പ്രകടനത്തിലൂടെ കുതിരവട്ടം പപ്പു ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ വർഷങ്ങളായിരുന്നു അവ. അസുഖബാധിതനായി ക്ഷീണിതനായിരുന്ന അവസാന വർഷങ്ങളിലും തനിക്ക് ലഭിച്ചിരുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള ആവേശമായിരുന്നു അദ്ദേഹത്തിൽ നിറഞ്ഞിരുന്നത്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, നരസിംഹം എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടും അദ്ദേഹം അഭിനയിച്ച് ഗംഭീരമാക്കിയവയാണ്. ക്ഷമിക്കണം സാറേ, മന്ത്രിക്കൊരു അലജി കൊടുക്കാനാ. ക്ഷീണിതനായിരുന്നപ്പോഴും അദ്ദേഹത്തിന് നാടകത്തിനോടുള്ള അഭിനിവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ പഴയ കുറെ നാടക സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി അക്ഷര തിയേറ്റേഴ്സ് എന്നൊരു നാടക സമിതിക്ക് അദ്ദേഹം രൂപം കൊടുക്കുകയും ചെയ്തു. ഈ നാടക സമിതി രൂപീകരിച്ചതിന് ഏതാനും ആഴ്ചകൾക്കു ശേഷം അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒരു കാർഡിയക് അറസ്റ്റിനെ തുടർന്ന് 2000 ഫെബ്രുവരി 25-ന് തന്റെ 63ാമത്തെ വയസ്സിൽ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ആ അതുല്യ കലാകാരന്റെ അന്ത്യം. കുതിരവട്ടം പപ്പുവിന്റെ ഭാര്യ പത്മിനി, അവരുടെ 3 മക്കൾ ബിന്ദു, ബിജു, ബിനു. അതിൽ ബിനു പപ്പു ഇന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയരായ നടന്മാരിൽ ഒരാളാണ്. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന് ഞാനിവിടെ കുതിരവട്ടം പപ്പുവിന്റെ മരണത്തിന് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു മിസ്റ്റർ ബട്ട്ലർ, കോരപ്പൻ ദി ഗ്രേറ്റ്, ഞാൻ രാജാവ് എന്നിവ. മരണത്തെയും തോൽപ്പിക്കുന്ന ചിരഞ്ജീവികളായ ഒട്ടനേകം കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ആ വലിയ കലാകാരൻ നമ്മളെ വിട്ടുപോയത്. ചിത്രം വിചിത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ഏഞ്ചൽ മേരി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.